ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവൻ ഹരിയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. ടെൻഷനോടെ സുജാതയും പിന്നാലെ വന്നു. ജീവനും ഹരിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അകത്ത് നിത്യ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. ചായ ഇട്ടിട്ട് ഹോളിലേക്ക് ചായ എല്ലാവർക്കും കൊണ്ടുവരികയാണ്. ഹോളിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. ടെറസിന്റെ മുകളിലായിരുന്നു ശരവണനും അമ്മാവനും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ കുട്ടികളും ജ്യോതിയും അവിടെ തന്നെയുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ചായ കൊടുക്കുന്നുണ്ട്. മോളെ ഹരിക്കും കൂടി എന്ന് അമ്മാവൻ പറയുന്നു. ഞാൻ താഴേക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്ന് നിത്യയും പറയുന്നുണ്ട്. ഇതേസമയം താഴെ ജീവനും ഹരിയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ ജീവൻ ഹരിക്ക് ആശംസകൾ നേരുന്നു. എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് ഹരി പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാകില്ലേ എന്ന് ജീവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്, താൻ വാടോ എന്ന് പറഞ്ഞിട്ട് ഹരി ജീവനെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ജീവനും പിന്നാലെ പോകുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കുകയാണ് സുജാത. ഇരിക്കടാ എന്ന് പറഞ്ഞ് ഹരി ജീവനോട് പറയുമ്പോൾ ജീവൻ പറയുന്നു, അല്ല പരിപാടി ഗംഭീരമാണെന്ന് തോന്നുന്നല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ, ഇതൊക്കെ ഓർമ്മിച്ചിരിക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ വേണ്ടേ എന്ന് ഹരി പറയുമ്പോൾ ഭാര്യ എവിടെയെന്ന് ജീവൻ ചോദിക്കുന്നു. ഒന്ന് വിളിക്കാമോ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ചോദിക്കുന്നു. ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഹരി. വൈഫിന് ജോലിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ടീച്ചറാണെന്ന് പറയുന്നുണ്ട് ഹരി. വൈഫിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. പത്മ എന്ന് ഹരി പറഞ്ഞു. ആ സമയം ഹരി അന്വേഷിച്ച് നിത്യ നടക്കുകയായിരുന്നു ചായയുമായിട്ട്. ജീവൻ തിരിഞ്ഞു നിൽക്കുന്നു. പത്മ എന്ന് പറഞ്ഞ് ഹരി നിത്യയെ വിളിക്കുന്നു. നിത്യ അവിടേക്ക് ചായയുമായി വരുന്നുണ്ട്. ജീവൻ നിത്യയെ നോക്കുന്നു. ഇപ്പോഴാണ് ജീവൻ നിത്യയെ കാണുന്നത്. എന്നാൽ നിത്യ തറയിൽ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. നിത്യയെ കണ്ടതും പെട്ടെന്ന് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജീവൻ. ആകെ തകർന്നു പോകുന്നുണ്ട്. ജീവന്റെയും നിത്യയുടെയും വിവാഹം നടന്ന കാര്യം ഇപ്പോൾ ജീവൻ ഓർക്കുന്നു. ജീവനെ കണ്ടതും നിത്യ ഒരു ഞെട്ടലായതുപോലെ നിൽക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത ഭാവത്തിൽ ജീവൻ ഒരു പുഞ്ചിരിയോടേക്ക് നിൽക്കുന്നു ഹരിയുടെ മുന്നിലായതുകൊണ്ട്. നിത്യ ജീവനെ കണ്ട് ഭയന്ന് നിൽക്കുന്നു. എന്തോ ഒരു ഞെട്ടി തെറിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് നിത്യയുടെ കയ്യിലിരുന്ന ആ ചായയും ഗ്ലാസും എല്ലാം താഴെ വീണ് പൊട്ടിപ്പോകുന്നുണ്ട്. ഹരിയും ഇത് കണ്ട് എന്തോ ഒന്നും മനസ്സിലാകാത്തതുപോലെ നിൽക്കുന്നുണ്ട്. ജീവൻ നിത്യയുടെ അരികിലേക്ക് പോകുന്നു. പെട്ടെന്ന് നിത്യ അവിടെ ബോധം കെട്ട് വീണു. കൂടെ ജീവനും ബോധം കെട്ട് വീഴുന്നുണ്ട്. ശരവണനെയും അമ്മാവനെയും ഹരി അവിടേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാവരും അവിടേക്ക് ഓടി വരുന്നു. രണ്ടുപേരും ബോധം കെട്ട് കിടക്കുകയാണ് ഇപ്പോൾ. ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിച്ച് ജ്യോതി അവിടേക്ക് വന്നപ്പോൾ ജീവൻ എന്നിങ്ങനെ സുജാത പറയുന്നു. വീണയും അവിടേക്ക് വരുന്നുണ്ട്. വീണ മുകളിൽ നിന്നും ആ കാഴ്ച കാണുന്നു. നിത്യ ഇപ്പോൾ ഒരു ബെഡിലേക്ക് കിടത്തിയിരിക്കുകയാണ്. തൊട്ടരികിൽ ഹരി നിൽക്കുന്നു. മറ്റൊരു ബെഡിൽ ജീവനെയും കിടത്തിയിരിക്കുന്നു. ഇതുവരയ്ക്കും രണ്ടുപേർക്കും ബോധം വന്നിട്ടില്ല. ജീവന്റെ ഒപ്പം സുജാതയും ശരവണനും നിൽക്കുന്നു. അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട്, ഡാ നീ ഒന്നിങ്ങോട്ട് വന്നേ എന്ന്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുന്നു. ജീവന്റെ മുറിയിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. ഞാൻ തുറക്കാമെന്ന് ശരവണൻ പറയുന്നു. സുജാതയുടെ വീട്ടിലേക്ക് താഴേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് ജീവനെ. താഴെയാണ് ജീവൻ കിടക്കുന്നതും. സുജാത എന്ന് പറഞ്ഞ അമ്മാവൻ അവിടേക്ക് വന്നു. ഹരിസാറും അമ്മാവനും വന്നു. നിങ്ങൾ അങ്ങോട്ട് പോക്കോളൂ, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് ശരവണൻ സുജാതയോട് പറയുന്നുണ്ട്. അങ്ങനെ സുജാത അവരുടെ അരികിലേക്ക് പോയി. സുജാതയോട് ഹരി ചോദിക്കുന്നു, നിത്യയും ജീവനും തമ്മിൽ കണ്ടപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന്. ജീവനും നിത്യം തമ്മിൽ നേരത്തെ അറിയാമോ എന്നും ചോദിക്കുന്നു. അല്ല സുജാത, എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം, കാര്യം എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ എന്നും അമ്മാവൻ പറയുന്നു. ആദ്യം സുജാത അവർക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ്, എന്ത് പറയണം എന്നറിയാതെ തന്നെ. പിന്നെ ഒരു കരച്ചിലും. ജീവൻ എൻ്റെ മോനാണെന്ന് സുജാത അവരോട് പറയുന്നു. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും. നിത്യയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആളാണ് ജീവൻ, അവളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ടുപേരും ഒന്ന് ഞെട്ടി. സുജാത എന്താ ഈ പറയുന്നത്? അല്ല, ഈ ജീവനെ കുറെ നാളായിട്ട് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അല്ല സുജാത, ജീവൻ ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും സുജാത ഞങ്ങളോട് എന്താ പറയാതിരുന്നത് എന്നമ്മവൻ. രാമകൃഷ്ണേട്ടാ, നിങ്ങളുടെ മുന്നിൽ അവൻ വരുന്നത് യോഗ്യനായിട്ടുള്ള ഒരാളായിട്ടാണ്. പക്ഷെ എൻ്റെ കുടുംബത്തിലേക്ക് അവൻ വരുന്നത് കാലൻ്റെ കണക്ക് പുസ്തകവുമായിട്ടാണ്. ഞങ്ങൾ നാട് വിട്ടതും ഈ നാട്ടിൽ വന്ന് താമസമാക്കിയതും ഒക്കെ അവനെ പേടിച്ചിട്ടാണ്. ആരും ഒന്നും അറിയരുത് എന്ന് കരുതിയത് എൻ്റെ തെറ്റ്. എൻ്റെ മകൻ ജീവൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിത്യയ്ക്ക് അറിയില്ലായിരുന്നു. ഇനി നിങ്ങളെല്ലാം അറിയണമെന്ന് പറഞ്ഞ് സുജാത ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പണ്ട് നിത്യയെ കാണാൻ വന്നിട്ടുള്ള അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും, കല്യാണം കഴിച്ച് അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഹരിയോട് തുറന്നു പറയുന്നുണ്ട്. ജീവൻ നിത്യയെ ഉപദ്രവിക്കുന്നതും പിന്നെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം, ജീവന്റെ ആ ഒരു അസുഖവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹരിയോടും അമ്മാവനോടും സുജാത പറയുന്നു. ജീവൻ വിഷ്ണുവിനെ കൊന്നതുൾപ്പെടെ പറയുന്നുണ്ട്. അവസാനം രക്ഷപ്പെടാൻ വേണ്ടി സുജാത ആ പാലത്തിന് മുകളിൽ നിന്നും ജീവനെ തള്ളിയിട്ട കാര്യവും, അങ്ങനെ പിന്നെ അവർ വാടക വീട്ടിലേക്ക് വന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കരയുകയാണ് സുജാത അവർക്ക് മുന്നിൽ. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഓടി ഒളിച്ചത്.
അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ രഘുവേട്ടനെ പോലും പിരിഞ്ഞു നിന്നത്. ജീവൻ ഇവിടെ ഇല്ലെന്ന് തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷേ ഒരു ദിവസം അവൻ ഞങ്ങളുടെ കൺമുന്നിൽ വന്നു എന്ന് പറഞ്ഞ് ജീവനെ പിന്നെ രണ്ടാമതായി കണ്ട കാര്യവും പറയുന്നു. വർഷങ്ങളോളം ബോധക്കേടിലേക്ക് പോയിട്ടും ഓർമ്മ തിരിച്ചു കിട്ടിയ ആദ്യ നിമിഷത്തിൽ നിത്യയെ കൊല്ലണം എന്നാണ് അവൻ ആദ്യം പറഞ്ഞത്. അവൻ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് നിത്യയുടെ വിവാഹം കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് സാധിച്ചില്ല. എല്ലാം ഇങ്ങനെ നടക്കാനായിരുന്നു യോഗമെന്നും സുജാത പറയുന്നുണ്ട്. എല്ലാം കേട്ട് ഹരിക്ക് എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.